ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. C5 ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ജൂൺ 20-ാം തീയതി പ്രിൻസ് ആൻഡ് ഫാമിലി C5-ലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. പുഷ്പ 2 എന്നീ മെഗാ ഹിറ്റ് വിജയങ്ങൾക്ക് ശേഷം സുകുമാർ അടുത്തതായി ഷാരൂഖ് ഖാനെ നായകനാക്കി ഒരു പാൻ ഇന്ത്യൻ സിനിമ ഒരുക്കാൻ പോകുന്നു. നിലവിൽ ഈ പ്രോജക്ടിന്റെ ചർച്ചകൾ ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ ഒരു സിനിമ നിർമ്മിക്കുക. സന്താനം, ഗൗതം മേനോൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഹൊറർ കോമഡി മൂവിയാണ് DD നെക്സ്റ്റ് ലെവൽ. തിയേറ്ററുകളിൽ പരാജയമായി മാറിയ DD നെക്സ്റ്റ് ലെവൽ ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. C5 തന്നെയാണ് ഈ ചിത്രത്തിന്റെയും OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ജൂൺ 13-ാം തീയതി DD നെക്സ്റ്റ് ലെവൽ C5-ലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ലാലേട്ടൻ നായകനായി നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിവരുന്ന റീ റിലീസ് ചിത്രമാണല്ലോ ചോട്ടാ മുംബൈ. ലാലേട്ടൻ ആരാധകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച ചോട്ടാ മുംബൈ ഇപ്പോൾ റിലീസിനെത്തി 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 2,30,00,000 രൂപയോളം ഗ്രോസ് കളക്ഷനെ നേടിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ജയിലർ 2 എന്ന ചിത്രത്തിൽ ലാലേട്ടൻ പങ്കാളിയാവുന്നതിന് 32 കോടി രൂപയാണ് ലാലേട്ടൻ പ്രതിഫലമായി കൈപ്പറ്റുക എന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി നടക്കാനിരിക്കുന്ന 3-ാം ഘട്ട ചിത്രീകരണത്തിലാവും ലാലേട്ടൻ ജയിലർ 2-ൽ ജോയിൻ ചെയ്യുക. ഇതുവരെ ഒരു മലയാള നടന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ് ജയിലർ 2-ലൂടെ ലാലേട്ടൻ സ്വന്തമാക്കാൻ പോകുന്നത്. പ്രദീപ് രംഗനാഥന്റെ അടുത്തതായി ആരംഭിക്കാൻ പോകുന്ന സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ലവ് ടുഡേ എന്ന സിനിമയ്ക്ക് ശേഷം പ്രദീപ് തന്നെ നായകനായും സംവിധായകനായും വരാനിരിക്കുന്ന പുതിയ ചിത്രം ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി ജോണറിലാണ് തയ്യാറാവുകയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സത്യത്തിൽ ദളപതി വിജയ്ക്ക് വേണ്ടി പ്രദീപ് എഴുതിയിട്ടുള്ള കഥയായിരുന്നു ഇത്. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തിയതിന് പിന്നാലെയാണ് പ്രദീപ് തന്നെ ഈ സിനിമയിൽ നായകനാകാനും തീരുമാനിച്ചത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും. ഷൈൻ ടോം ചാക്കോ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ദി പ്രൊട്ടക്ടർ. ചിത്രത്തിന്റെ ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നവാഗതനായ മനു സംവിധാനം ചെയ്യുന്ന ദി പ്രൊട്ടക്ടർ എന്ന ചിത്രം ഈ വരുന്ന ജൂൺ 13-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. തെലുങ്കിൽ നിന്നും വരാനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് അഖണ്ഡ 2. ബോയാപതി ശ്രീനുവിന്റെ സംവിധാനത്തിൽ നന്ദമൂരി ബാലകൃഷ്ണൻ നായകനായിട്ടെത്തുന്ന അഖണ്ഡ 2-ന്റെ ടീസർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഉഗ്രരൂപത്തിൽ തൃശൂലമേന്തി മഞ്ഞു നിറഞ്ഞ ഹിമാലയത്തിൽ ശിവഭഗവാന്റെ പ്രതിരൂപമായി ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്ന ബാലകൃഷ്ണയുടെ കഥാപാത്രത്തെയാണ് ടീസറിൽ കാണാൻ സാധിച്ചത്. ഈ വരുന്ന സെപ്റ്റംബർ 25-ാം തീയതി അഖണ്ഡ പാർട്ട് 2 പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ടെത്തിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രം തിയേറ്ററുകളിൽ ഇപ്പോൾ ഫൈനൽ റണ്ണിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രേക്ഷകരിൽ നിന്നും മിക്സഡ് അഭിപ്രായങ്ങൾ ലഭ്യമായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഇതുവരെ കേരളത്തിൽ നിന്നും മാത്രം 4,75,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 7,50,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 4 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തിയേറ്ററുകളിൽ ഒരു ആവറേജ് ഹിറ്റായി മാറിയിട്ടുണ്ട്. ടൊവിനോ തോമസ് നായകനായിട്ടെത്തിയ നരിവേട്ട എന്ന ചിത്രത്തിന്റെ ഇന്ന് വരെയുള്ള കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും മാത്രം ഇതുവരെ 16,50,00,000 രൂപയോളം സ്വന്തമാക്കിയ നരിവേട്ടയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് മൂവി ടീം പുറത്തുവിട്ടിട്ടില്ല. ഉലക നായകൻ കമലഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത തഗ് ലൈഫ് എന്ന ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നും മാത്രം 6 ദിവസങ്ങൾ കൊണ്ട് 2,50,00,000 രൂപയോളം സ്വന്തമാക്കിയ തഗ് ലൈഫിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെയും 100 കോടി രൂപയിലേക്ക് എത്തപ്പെട്ടിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മേ ബി 100 കോടി എന്ന കളക്ഷൻ ആവാം സിനിമയുടെ ഫൈനൽ കളക്ഷനും. ഇതിനിടയിൽ ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിൽ തന്നെ 150 കോടി രൂപയ്ക്ക് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്ന് മൂവി ടീം തന്നെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ആ ഒരു എഗ്രിമെന്റിൽ നിന്നും നെറ്റ്ഫ്ലിക്സ് പിന്മാറിയെന്നൊരു ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. സോ ഉടൻ തന്നെ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെ തഗ് ലൈഫ് OTT റിലീസ് ചെയ്യാനാണ് സാധ്യത. ലാലേട്ടന്റെ അടുത്ത റീ റിലീസ് ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ലാലേട്ടൻ, ശ്രീനിവാസൻ, മീന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഉദയനാണ് താരം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഈ വരുന്ന ജൂൺ 4-ാം തീയതിയാണ് ഉദയനാണ് താരം റീ റിലീസ് ചെയ്യുന്നത്. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കൂലി. നിലവിൽ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന കൂലിയിൽ രജനിയെ കൂടാതെ നാഗാർജുന, ശ്രുതി ഹാസൻ, സത്യരാജ്, സൗബിൻ ഷാഹിർ, ഉപേന്ദ്ര തുടങ്ങിയവരും വളരെ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇവർക്ക് പുറമെ ഒരു കാമിയോ റോളിൽ ബോളിവുഡ് താരം അമീർ ഖാനും കൂലിയിൽ ജോയിൻ ചെയ്തതായി ചില റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ വെറും റൂമർ എന്നത് മാറി ചിത്രത്തിൽ പങ്കാളിയായ വിവരം അമീർ ഖാൻ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തന്റെ ക്യാരക്ടറിന് അധികം സ്ക്രീൻ ടൈം ഒന്നും ഇല്ലെങ്കിൽ കൂടി ലോകേഷ് മികവാർന്ന രീതിയിലാണ് കൂലിയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് തന്റെ ഏറ്റവും പുതിയ സിനിമയായ സിത്താരെ സമീൻപറിന്റെ പ്രൊമോഷൻ വേളയിൽ അമീർ ഖാൻ കൂലിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി കൂലിക്ക് തമിഴ് ഓഡിയൻസിന്റെ ഇടയിലും തെലുങ്ക് ഓഡിയൻസിന്റെ ഇടയിലും വലിയൊരു ഹൈപ്പ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമീർ ഖാന്റെ പ്രസൻസ് കൂടെ ഒഫീഷ്യലി കൺഫേം ആയതിലൂടെ നോർത്ത് സൈഡിലും കൂലിക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. മേ ബി തമിഴിലെ ആദ്യ 1000 കോടി സിനിമയായി കൂലി മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇതിനിടയിൽ മറ്റൊരു വമ്പൻ റെക്കോർഡ് കൂടി കൂലി ചിത്രം ഇപ്പോൾ മറികടന്നു കഴിഞ്ഞു. ഒരു തമിഴ് സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയ്ക്കാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത്. ദളപതി വിജയുടെ ലിയോ, ജനനായകൻ എന്നീ സിനിമകളുടെ റെക്കോർഡാണ് ഇപ്പോൾ കൂലി ചിത്രം മറികടന്നിരിക്കുന്നത്. ഇതിന് കാരണം സൂപ്പർ സ്റ്റാർ രജനികാന്തും ഒപ്പം തന്നെ ലോകേഷ് കനകരാജ് എന്ന സംവിധായകന്റെ മാർക്കറ്റ് കൂടി ചേർന്നാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി കൂലി തിയേറ്ററുകളിലേക്ക് എത്തും. തെലുങ്കിൽ നിന്നും ഈ മാസം പാൻ ഇന്ത്യൻ റിലീസായി വരാനിരിക്കുന്ന കണ്ണപ്പ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസിനൊരുങ്ങുന്നു. വിഷ്ണു മഞ്ജു നായകനായിട്ടെത്തുന്ന കണ്ണപ്പയിൽ പ്രഭാസ്, അക്ഷയ് കുമാർ, ലാലേട്ടൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന ജൂൺ 13-ാം തീയതി പുറത്തു വരും. ജൂൺ മാസം തന്നെ 27-ാം തീയതിയാണ് കണ്ണപ്പ തിയേറ്ററുകളിലേക്ക് എത്തുക. ആട്
ആട് 2 എന്നീ സിനിമകൾക്ക് ശേഷം അതേ കോംബോയിൽ ഒന്നിക്കുന്ന സിനിമയാണല്ലോ ആട് 3. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന ആട് 3 ഒരു എപ്പിക് ഫാന്റസി ജോണറിലാവും തയ്യാറാവുകയെന്ന് മൂവി ടീം തന്നെ കൺഫേം ചെയ്തിരുന്നു. എന്തായാലും വമ്പൻ ബജറ്റിൽ വൻ ക്യാൻവാസിൽ വരാനിരിക്കുന്ന ആട് 3 എന്ന ചിത്രത്തിന് VFX വർക്കുകൾ ചെയ്യുന്നത് RRR സിനിമയ്ക്ക് VFX ഒരുക്കിയ 18 സ്റ്റുഡിയോസ് ആയിരിക്കുമെന്ന തരത്തിൽ ഒരു ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. ജയസൂര്യ, സൈജു കുറുപ്പ്, ഇന്ദ്രൻസ്, വിനായകൻ, ധർമ്മജൻ തുടങ്ങി വമ്പൻ താരനിര ഒന്നിക്കുന്ന ആട് 3 നിർമ്മിക്കുന്നത് ഫ്രൈഡേ ഫിലിംസിന് വേണ്ടി വിജയ് ബാബു ആണ്.